ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും നമ്മൾ വാട്ടി. ഇത് ചോളപ്പൊടി അതുകൊണ്ടൊരു ഉപ്പുമാവാണ് ഇന്ന്. ചോളത്തിൻ്റെ പൊടി കൊണ്ട് ചോളപ്പൊടി ആവിക്ക് വെച്ച് ആവി കയറ്റി എന്നിട്ട് ഉള്ളിയൊക്കെ മൂപ്പിച്ച് അതിലേക്ക് ഇടാം. അപ്പോൾ ഉപ്പുമാവ് റെഡിയാവും. അപ്പോൾ ചോളപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചേർത്തത് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പൊടി ഇഞ്ചി, കുറച്ചല്ലേ ഉള്ളൂ ഇത്. അതുകൊണ്ട് എത്ര സാധനം ഉണ്ടോ, എത്രയാണ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഇഞ്ചി ഇട്ടാൽ മതി. ഇഞ്ചി ഒരു പൊടി ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇഞ്ചി ചുവയ്ക്കും. അതുകൊണ്ട് ഒരു പൊടി ഇഞ്ചി ഞാനിട്ടു. നമ്മുടെ ചോളത്തിൻ്റെ ഉപ്പുമാവ് റെഡിയായി. കണ്ടോ, സൂപ്പറാണേ. പണ്ട് നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ ഒരു ഉപ്പുമാവ് കിട്ടൂലായിരുന്നു, ചോളത്തിൻ്റെ, ബാലവാടി എന്നൊക്കെ. അതെ സാധനം. അത് ഞാൻ തരി ഇതിൻ്റെ ഗോതമ്പിൻ്റെ, ഈ ചോളം ഗോതമ്പില്ലേ, അതിൻ്റെ തരി വാങ്ങിയിട്ട് പൊടിപ്പിച്ചതാണ്. വാങ്ങാൻ കിട്ടുമല്ലോ അതിൻ്റെ തരി. അത് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഉണക്കി, വൃത്തിയാക്കി ഉണക്കി, നല്ല വൃത്തിയിലുള്ള സാധനം കേട്ടോ. നമുക്ക് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടണം. ഒരു പൊടിയോ തരിയോ ഒന്നും വേണ്ടാത്തതില്ല, നല്ല ഫ്രഷ് സാധനം. ഞാനത് കൊണ്ടുവന്ന് വെയിലത്തിട്ട് ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ ഉപ്പുമാവാണ് ഇത്. ഉണ്ടോ? പക്ഷെ അന്നത്തെ രുചിയൊന്നുമില്ലേ, ഇതൊക്കെ വേറെ ടേസ്റ്റ്. അപ്പം അന്ന് നമ്മൾ കഴിക്കുമ്പം അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയായിരുന്നു. അതിപ്പോൾ ആ രുചി നാവിൽ ഇപ്പോഴും ഉണ്ട്. ആ രുചി ഇതിന് കിട്ടുന്നില്ല. അതെന്താണെന്ന് അറിയില്ല, അതിൻ്റെ രുചി വരുന്നില്ല. ആ കാലത്തുള്ള രുചി ഇപ്പം ഇല്ല. എന്നാലും നല്ലതാണ്. ഇനിയും കഴിക്കാം.